പറയുന്നതനുസരിച്ച് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എന്നിട്ട് പറഞ്ഞതല്ലേ? നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ഞാൻ നിൻ്റെ അടിമയൊന്നല്ല. ജയ് ഒരു കൂസലില്ലാതെ പോലെ സംസാരിച്ചു. മീനുവിന് തീരെ ഇഷ്ടമായില്ല ജയ്യുടെ ആ പ്രതികരണം. അതെ, വിവാഹം കഴിച്ച് 1 വർഷം കൂടെ ജീവിച്ചോളാം എന്നൊരു വാക്ക് പറഞ്ഞു പോയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കുന്നത്. ഇനി ഒരു 6 മാസം കൂടി നീ എന്ന തലവേദന ഞാൻ സഹിക്കും. കാരണം ഞാൻ ആ വാക്ക് നിനക്ക് തന്നതുകൊണ്ടാണ് എന്ന് കരുതി എന്നെ അങ്ങ് അടിമയാക്കി വെച്ചോളാമെന്നുള്ള മോഹം മോളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് വെളിക്കളഞ്ഞേക്ക്. ഇതൊന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്, മനസ്സിലായോ? ജയ്യുടെ ആ പ്രതികരണം മീനു ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഇതുവരെ ജയ് ആ രീതിയിൽ മീനുവിനോട് പെരുമാറിയിട്ടില്ല. അത്രയും ശക്തമായ വാക്കുകൾ ജയ് പറഞ്ഞിട്ടില്ല. എപ്പോഴും ശാന്ത സ്വഭാവം തന്നെയായിരുന്നു ജയ്ക്ക്. പെട്ടെന്നുണ്ടായ ജയ്യുടെ പ്രതികരണത്തിൽ മീനു അല്പമൊന്ന് ഭയന്നു. ധരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് റെഡിയായിട്ട് തമ്പുരാട്ടി താഴേക്കിറങ്ങുക. അവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. വന്ന ഗസ്റ്റുകളെങ്കിലും ഒന്ന് മാനിക്ക്. ജയ്യുടെ ഈ പ്രതികരണം മീനു ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇതുകൂടി ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വേറൊന്നുമല്ല, ഇതാ നീ തന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ 5 ലക്ഷം രൂപയും ഈ ഷർട്ടും, എന്നിട്ട് നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അന്ന് ഞാൻ മറുപടി പറയാതിരുന്നത്, അന്ന് നീ എനിക്ക് ഏൽപ്പിച്ച മുറിവ് അത്രത്തോളം വലുതായതുകൊണ്ടാണ്. പക്ഷേ മേലിൽ ഇതുപോലൊരു കാര്യം ഇനി ആവർത്തിക്കരുത്. എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു പ്രവൃത്തി നിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയുണ്ടായാൽ എൻ്റെ പ്രതികരണവും മോശമായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ജയ് ഒരു താക്കീത് പോലെ പറഞ്ഞു അവിടെ നിന്നിറങ്ങി. മീനുവിന് ഒട്ടും വിശ്വസിക്കാനായില്ല ജയ്യുടെ ഓരോ വാക്കും. മീനുവിന് അതൊരു ഷോക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ 6 മാസങ്ങളായി താൻ പറയുന്നതിനപ്പുറം ഒന്നും സംസാരിക്കാതെ താൻ പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കുന്നവനായിരുന്നു അവൻ. പെട്ടെന്നുള്ള അവൻ്റെ ഈ പ്രതികരണത്തിൻ്റെ കാരണം എന്താണെന്ന് മീനുവിന് മനസ്സിലായില്ല. അവൻ്റെ വാക്കുകളിലെ ശക്തി മീനുവിന് അല്പം ഭയമുണ്ടാക്കി. എന്തോ അവനെ തൻ്റെ വാക്കുകൾ അനുസരിപ്പിക്കുമ്പോൾ മീനു അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു.